തേടിയണഞ്ഞോ മുരളി വിലോലതയാലോ മുരളി വിലോലതയാലോ നിന്റെ പാദരേണു തേടിയണഞ്ഞോ ദേവ പാദരേണു തേടിയണഞ്ഞോ പദരേണു തേടിയണഞ്ഞോ സൗവർണ സോപാനത്തിൽ എൻ്റെ ഗാനനൃത്താഞ്ജലി എൻ്റെ അശ്രുപുഷ്പങ്ങളാൽ നിറമാല ചാർത്തുന്നു ഞാൻ സൗവർണ സോപാനത്തിൽ എൻ്റെ ഗാനനൃത്താഞ്ജലി എൻ്റെ അശ്രുപുഷ്പങ്ങളാൽ നിറമാല ചാർത്തുന്നു ഞാൻ തഴുകിത്തലോടുകില്ലേ സമഗാന വീചി തഴുകും ദേവപാദരേണു തേടിയണഞ്ഞോ കായാമ്പുവർണ നിന്റെ കാൽത്തളിരിൽ വീഴുന്നു ഞാൻ എന്നോടലും എന്നാത്മാവും നൃത്തമാടി വീഴുന്നിതാ കായാമ്പുവർണ നിന്റെ കാൽത്തളിരിൽ വീഴുന്നു ഞാൻ എന്നോടലും എന്നാത്മാവും നൃത്തമാടി വീഴുന്നിതാ കരുണാസുധാംശുവല്ലേ പാദതാരിലെന്നെ അണയ്ക്കൂ ദേവപാദരേണു തേടിയണഞ്ഞോ മുരളി വിലോലതയാലോ മുരളി വിലോലതയാലോ നിന്റെ പാദരേണു തേടിയണഞ്ഞോ ദേവപാദരേണു തേടിയണഞ്ഞോ ധനി സധ ധനി സധനി ധമ ധമരി മരി സനി സനി ധനി സ സരിമ പധനി സരി റിമ പധനി സാരിധ സനി സ സനി ധനി നിധമപ സനി സ സനി ധനി നിധമപ മപധനി സമരി സരി നിസ പാമ പാദരേണു തേടിയണഞ്ഞോ ദേവപാദരേണു തേടിയണഞ്ഞോ അശ്വിൻ വലിയ പാട്ടൊക്കെ എടുത്തിട്ടാണല്ലോ വന്നേ. ഞങ്ങളൊക്കെ പേടിച്ചു പോയി. നിനക്ക് പേടിയുണ്ട്? ആണോ? അപ്പൊ നീ കൊടുത്ത സോങ് അല്ലേ ഇത്? അതെ അതെ. അപ്പൊ ഒരു ധൈര്യം ഉണ്ടായിരുന്നു. ഒരു പേടിയല്ലേ? ഞങ്ങളൊക്കെ അവിടെ ശിവാനിയൊക്കെ ഓ പേടിയാവുന്നു എന്നൊക്കെ ചോദിക്കാം. ശരത് സർ സുഖാണോ? സുഖാണ് സർ. താങ്ക് യു. പാട്ടിന്റെ കാര്യമൊക്കെ പറഞ്ഞ കേക്കട്ടെ. മ്യൂസിക് സലീൽ ചൗധരി സാറാണ്. ലിറിക്സ് ONV കുറുപ്പ് സാറാണ്. പാടിയിരിക്കുന്നത് ദാസ് സാർ.
അപ്പം എനിക്ക് തോന്നി ഒരു പ്രധാനമായിട്ടുള്ള കാര്യം, ഇത് അത്ര മുകളിൽ പോകുന്ന ഒരു പാട്ടല്ല. അപ്പം നീ ഈ താഴെ കിടന്ന് അലറുന്നതിന് കുറച്ച് ഒരു ഫുൾ ടോൺ കൂട്ടി പാടിക്കൂടായിരുന്നു. ഒരു ഫുൾ ടോൺ കൂട്ടായിരുന്നു ആക്ച്വലി. അപ്പം നിനക്ക് കുറച്ചും കൂടെ സ്വാതന്ത്ര്യം ഉണ്ടായേനെ പാടുന്ന കേൾക്കുന്നവർക്കും. ഡി ഷാർപ്പായിരുന്നു ഇതിലേക്കാക്കിയതാ. ഓൾറെഡി കൂട്ടിയാ? അല്ല, ഇനി കൂട്ടായിരുന്നു. കാര്യം നമുക്ക് ശബ്ദമില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് കൂട്ടുന്നതല്ലേ നല്ലത്. ഏതാണ് ശ്രുതി രഞ്ജിത്തെ? എടാ ചക്കര, ഇതിന്റെ വിധി പാ കിട്ടത്തില്ലേ? ഈ പാദരേണു ഇപ്പൊ കുഴപ്പമില്ലെന്നേ ഉള്ളു. അതിനൊരു കൃത്യതയില്ല. അതിനൊരു ക്ലാരിറ്റി ഇല്ല. അത് ഏമ്പക്കം പോലെ ഇരിക്കും, പാടുന്ന പോലെ ഇരിക്കത്തില്ല. അപ്പൊ അത് നീ ഒരു കുറച്ചും കൂടെ ഒരു 4-5 ആക്കായിരുന്നു പാട. കാര്യം ഇത് മുകളിലില്ലല്ലോ ഈ പാട്ട് അധികം. അത്രയല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ നിനക്ക് ഈസി ആയിട്ട് നിനക്ക് മുകളിൽ ഇഷ്ടം പോലെ ശബ്ദം കിടക്കുകയല്ലേ. എനിക്ക് അത് മാത്രമാണ് ആദ്യം ഫീൽ ചെയ്തത്. നമുക്കതൊരു ശ്വാസം മുട്ടാണ്. അയ്യോ പല്ലവി പാടിയല്ലേ പറ്റത്തില്ല. എപ്പോഴും പാദരേണൊന്ന് പാ കിട്ടാത്ത ഒരു അവസ്ഥ വരുമ്പോഴത്തേക്ക് നമ്മൾ അയ്യോ ചെക്കൻ അപ്പോൾ നന്നായിട്ട് പാടുന്ന ഒരു ചക്കരയാണ് നീ. അത് പറയാതിരിക്കാനും വയ്യ. ആ സ്വരം ഒന്ന് പാടിക്കേ. ധനി സധ ധനി സ ധനി ധമ ധമരി മരി സനി സനി ധനി സ. ഒന്നായി ആ സോഴ്സ് അങ്ങ് പോയി. നിന്റെ ഒരു ഒറിജിനൽ വോയിസ് എന്നുള്ളതിന്റെ ആ ഗുണം പോയിട്ടാണ് താഴേക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് ഇറങ്ങി വരുന്നത്. എന്തിനാണത്? അത് ശരിയാക്കണ്ടേ? അപ്പം എനിക്ക് അതുകൊണ്ടാണ് ഞാനൊന്നും എഴുതാതിരുന്നത്. കാര്യം എനിക്കത് അറിയാം. അത് മൊത്തത്തിൽ ഒരു കംഫർട്ട് സോണിലല്ല അത് അങ്ങനെ നിൽക്കുന്നത്. നമുക്കൊരു ചുമ്മാ ഒരു 2 ഘട്ടം കൂട്ടി അത് പാടിയാലോ? അതെ. പദരേണു പാടിക്കേ. പദരേണു തേടിയണഞ്ഞു. ഇത് പാടിക്കേ. അടുത്തത് കായമ്പുവർണ നിന്റെ കാൽത്തളിരിൽ വീഴുന്നു ഞാൻ, എന്നുടലും എന്നാത്മാവും നൃത്തമാടിതാ. ഇതാണ് നിന്റെ ശബ്ദം. എന്ന് പാടി കായാമ്പു പറഞ്ഞ പഴയ ശ്രുതി തരട്ടെ. രജിത്ത പഴയത് തന്നെ കൊടുക്കും. കായമ്പുവർണ നിന്റെ കായാമ്പുവർണ നിന്റെ കായമ്പുവർണ നിന്റെ കാൽത്തളിരിൽ വീഴുന്നു ഞാൻ, എന്നുടലും വീഴുന്നു ഞാൻ എന്നുടലും എന്നാത്മാവും നൃത്തമാടി വീഴുന്നിതാ. അതൊക്കെ എന്ത് രസമുണ്ട് കേൾക്കാൻ. നല്ല മണിമണി പോലെ വരുന്നുണ്ട്. നന്നായിട്ട് തന്നെ പാടിയത്. പക്ഷെ ഈ ശ്രുതി ഇതായതുകൊണ്ട് നമുക്കത് ഇങ്ങോട്ട് എത്തിയില്ല. ഇപ്പം ആ ശ്രുതി മാറ്റി പാടിയപ്പോൾ ബ്യൂട്ടിഫുൾ ആയിരുന്നടാ. സൂപ്പറായിരുന്നു. എല്ലാ നന്മയും ഉണ്ടാവും. താങ്ക് യു ശരത് സർ. ചേച്ചി അശ്വിൻ മാം നന്നായിരുന്നുടാ. താങ്ക് യു മാം. ബ്യൂട്ടിഫുൾ സോങ് ആണ് സെലക്ട് ചെയ്തത്. അത് മനോഹരമായിട്ട് എനിക്ക് ആ ഫസ്റ്റ് പല്ലവിയിലെ മുരളി വിലോല അതൊന്ന് കേൾക്കണം. മുരളി വിലോല ദയാലോ, മുരളി വിലോല ദയാലോ നിന്റെ. വെരി ഗുഡ് ആയിരുന്നു ആ 2 ലൈന്. നന്നായി പാടിയിരുന്നു. സംഗതികളൊക്കെ വളരെ മണിമണി പോലെ വരുന്നുണ്ട്. നല്ല ഈസി ആയിട്ട്. എനിക്കും ഇതേ ഞാനിങ്ങനെ ആലോചിച്ചു. പക്ഷെ ആ താഴെ ബേസ് ലോ രജിസ്റ്റർ പാടുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ഒന്ന് അത് ഓപ്പൺ ആയിട്ടില്ല ശബ്ദം. അതാവും, അത് ടൈം എടുക്കും. അതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ കണ്ടില്ല, ബേസ് റേഞ്ച് ഒക്കെ കിട്ടുക എന്ന് പറയുന്നത് വലിയ പ്രാക്ടീസ് ചെയ്ത് കിട്ടുന്നതാണ്. അപ്പോൾ അത് തുറക്കട്ടെ, അതിൻ്റെതായ പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ ഇപ്പോഴും ഈ ഒരു സ്റ്റേജിൽ പാടുമ്പോഴത്തേക്ക് നമുക്ക് വളരെ ചെറിയ സമയമല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു ചെറിയ ജീവിതമാണ് അല്ലേ ഇപ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോൾ എത്ര സമയമല്ലേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറച്ച് ബുദ്ധി ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്കെയിലൊന്ന് കൂട്ടാം. പാട്ട് മോന് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണെങ്കിൽ അത് എടുക്കുക. അല്ലെങ്കിൽ ഈ പാട്ട് ബുദ്ധിമുട്ടാണ്, ഇപ്പോൾ ഈ ഒരു സമയത്ത് അത് പാടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പാട്ട് വേറെ എടുക്കുക. നമ്മൾ ഇത്രയും സ്ട്രഗിൾ ചെയ്യണ്ടല്ലോ. കാരണം നിങ്ങളിവിടെ കൊണ്ടുവരുന്ന പാട്ടിനെയാണ് ഞങ്ങൾ ജഡ്ജ് ചെയ്യുന്നത്. ഇന്നതേ പാടാവൂന്നില്ല. ഓക്കെ. പിന്നെ ഈ വെപ്രാളം താഴെ പാടാൻ പറ്റാത്തതിൻ്റെയാണ് കൂടുതലും പ്രോബ്ലംസ് വന്നത്. ഇപ്പം ഈ മറ്റേ പേടിച്ചു എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ലേ,
അതൊക്കെ ആ റേഞ്ച് കിട്ടാത്തത് കൊണ്ട് വരാത്തതാ. അല്ലാതെ മോൻ നന്നായി പാടും. യു ഹാവ് ദാറ്റ് കാലിബർ. അതുകൊണ്ട് നല്ലോണം പ്രാക്ടീസ് ചെയ്യും. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. നല്ലോണം ചിന്തിക്കൂ പാട്ടിന്റെ കൂടെ. ഓക്കെ, താങ്ക് യു ചേച്ചി. ഷാനിക്ക. അശ്വിനെ സാർ ഹാപ്പി ആകടാ. ഹാപ്പിയായി. അല്ല ഇത് ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്മാർട്ടായിട്ട് കുറച്ച് ഡിസിഷൻസ് എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് പ്യുവർലി ടെക്നിക്കലാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം ഞാൻ ഇപ്പം നമ്മൾ ഈ പാട്ട് കേൾക്കുമ്പോൾ നമുക്കറിയാം ഇത് ഭയങ്കര ഹൈയിലേക്ക് പോകുന്നില്ല ഈ പാട്ട്. ഇതൊരു മിഡ് ഹൈ ആ ഒരു റേഞ്ചിൽ കിടന്ന് അവിടെയാണ് അതിൻ്റെ മാക്സിമം സ്പോട്ട് കിടക്കുന്നത്. അപ്പം പിന്നെ സ്കെയില് കൂട്ടിയപ്പോഴും അവിടെ ഈസിലി അശ്വിൻ പാടുന്നുമുണ്ട്. അപ്പോൾ ആ ഡിസിഷൻ നേരത്തെ എടുക്കാമായിരുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. സ്മാർട്ടായിട്ട് എടുക്കേണ്ട ഒരു ഡിസിഷൻ എന്ന് പറയുന്നത്. കാരണം ആ ബേസ് റേഞ്ച് ഒന്നും ഓഡിബിൾ ആയിരുന്നില്ല. ഏത് നോട്ടാണ് ഹിറ്റ് ചെയ്യുന്നത് ഒന്നും നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഈ പറഞ്ഞ പോലെ ഒരു മിഡ് ഹൈ ടു ഹൈ വരെയുള്ള ആ ഒരു ഹെഡ് റൂം അത്രയും ഉണ്ട് അശ്വിന്. പിന്നെ ഇപ്പം ഈസിലി ആ ഭാഗമൊക്കെ ടച്ച് ചെയ്യുകയും ചെയ്തു. അപ്പം പറ്റും. അപ്പോൾ ആ പാട്ട് കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആക്കാമായിരുന്നു എന്ന് ഒരു അഭിപ്രായമുണ്ട്. കാരണം ആ ബേസ് ടച്ച് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഭയങ്കര ഒരു എക്സ്ട്രീം ലോ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഹിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സംഭവം വരുന്നത് അത് മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി സംഭവങ്ങളൊക്കെ അശ്വിൻ അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട്. താങ്ക് യു സർ. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഓക്കെ സർ, താങ്ക് യു. താങ്ക് യു ഷാനിക്ക. മാർക്സ് ചോദിക്കാം. ചാക്കരെ നിനക്ക് 8.4 മാർക്സ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. കൂടുതലാ. ഷാനിക്ക. 8.3 കുറച്ചു പോരെ. താങ്ക് യു ഷാനിക്ക. ചേച്ചി. ഇതില് ഗാനക്കുടത്തിലേക്ക് അശ്വിന്റെ മാർക്ക് ദാ ഭാവി. ഓക്കെ, സോ ടോട്ടൽ 16.7.